ഈ രാത്രിയിൽ നിങ്ങളോടൊപ്പമായിരിക്കാനും അല്പമായി ദൈവവചനം ചിന്തിക്കുവാനും ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരമൊരുക്കിയ അഭിമന്യ തിരുമേനിയോടും കൺവെൻഷൻ്റെ ചുമതലക്കാരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും അൽമായ നേതാക്കളോടുമുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ തന്നെ അറിയിക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും ആശീർവാദവും ചോദിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 2025 ആരംഭത്തിൽ ഞാൻ കേട്ട ഏറ്റവും മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: എക്സ്പെക്റ്റ് ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക, അതേസമയം ഏറ്റവും മോശമായതിനു വേണ്ടി തയ്യാറെടുക്കുക. എക്സ്പെക്ട് ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ്. ഡു ആസ് വാട്ട് യു ക്യാൻ ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം, ബാക്കിയുള്ളതൊക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഏറ്റവും നല്ലത് പ്രതീക്ഷിക്കുക, അതേസമയം മോശമായത് വന്നാൽ നേരിടാൻ നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ചെയ്യാനാകുന്നതൊക്കെ ചെയ്യണം, ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇന്നത്തെ കാലം അത്ര നല്ലതൊന്നുമല്ല, സംഭവിക്കുന്നതെല്ലാം നല്ലതുമല്ല. പക്ഷെ മോശമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ കൊണ്ടാകുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ രാത്രി നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്ന വിശുദ്ധ വേദഭാഗം ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സെൻറ്റൻസ് മാത്രം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഭാഗം. അതിങ്ങനെയാണ്: നിങ്ങൾ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് നീ മറക്കരുത്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറഞ്ഞേ: അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് നീ മറക്കരുത്. ഒന്നുകൂടെ പറഞ്ഞാലോ? നിങ്ങൾ അമാലേക്കിൻ്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് നീ മറക്കരുത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ യു ഷുഡ് ബ്ലോട്ട് ഔട്ട് ദ റിമെമ്പറൻസ് ഓഫ് അമാലേക്ക് ഫ്രം അണ്ടർ ഹെവൻ. യു ഷുഡ് വൈപ്പ് ഔട്ട്, വാഷ് ഔട്ട്, അങ്ങനെയൊക്കെ വിവിധ തർജ്ജമകളിൽ പറയുന്നുണ്ട്. അതായത് അമാലേക്കിനെ വൈപ്പ് ഔട്ട് ചെയ്യണം, വാഷ് ഔട്ട് ചെയ്യണം. ആരാണ് ഈ അമാലേക്കർ? അതൊരു ജാതിയാണ്, നമുക്കറിയാം. അമാലേക്കർ ഒരു ജാതിയാണ്, ഇസ്രായേലരുമായി യുദ്ധം ചെയ്തു എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മറ്റാരെക്കുറിച്ചും പറയാത്ത ഒരു കാര്യമാണ് ദൈവം അവരെക്കുറിച്ച് പറഞ്ഞത്. വേദപുസ്തകത്തിൽ ഏതെല്ലാം ജാതികളെ നശിപ്പിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്: അമ്മോനിയർ, ഹിത്യർ, മോവാബിയർ, പെരൂസ്യർ, ഹിവ്യർ, ഇങ്ങനെ ഒരുപാട് പേര്. പക്ഷെ അവരെക്കുറിച്ച് ഒന്നും പറയാത്തൊരു കാര്യം അമാലേക്കരെ കുറിച്ച് പറഞ്ഞു. അതായത് അവരുടെ ഓർമ്മ പോലും ശേഷിപ്പിക്കരുത്. യു ഷുഡ് വൈപ്പ് ഔട്ട് ദം, തുടച്ചു മാറ്റണം. ഒരാളെപ്പോലും ശേഷിപ്പിക്കാൻ പാടില്ല. അങ്ങനെ അവർ ജീവിച്ചിരുന്നു എന്ന് പോലും ആരും അറിയാൻ പാടില്ല. ആ വിധത്തിൽ അവരെ വാഷ് ഔട്ട് ചെയ്യണം. അങ്ങനെ പറയണമെങ്കിൽ അതിന് കൃത്യമായൊരു കാരണം കാണും. എന്തെങ്കിലും കാര്യമായൊരു പ്രശ്നം ഇവർക്കുണ്ടാവും. അപ്പോൾ ഈ രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവം അങ്ങനെ അവരെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണ്? ആരാണ് ഈ അമാലേക്കർ? അവരുടെ പ്രശ്നം എന്താണ്? അമാലേക്കരുടെ തുടക്കം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 36-ാം അധ്യായത്തിലാണ്. 36-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഏശാവിൻ്റെ മകൻ എലീഫാസ്. എലീഫാസിന് തിമ്ന എന്ന് പറയുന്ന ഒരു വെപ്പാട്ടി സ്ത്രീയിലുണ്ടായ മകൻ്റെ പേരാണ് അമാലേക്ക്. ഏശാവിൻ്റെ മകൻ എലീഫാസ്. വാക്യമൊക്കെ അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏശാവിൻ്റെ മകൻ ആരാ? പറ. എലീഫാസ്. എലീഫാസിന് തിമ്ന എന്ന് പറയുന്ന ഒരു ഉപനാരിയിലുണ്ടായ മകൻ്റെ പേരാണ് അമാലേക്ക്. അപ്പോൾ ഏശാവിൻ്റെ ആരായിട്ട് വരും? ആരായിട്ട് വരും? കൊച്ചുമോനാണ്. ഏശാവിൻ്റെ കൊച്ചുമോനാണ്. ഈ ഏശാവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏശാവിനൊരു പ്രശ്നമുണ്ട്. ഈ വിശന്നാൽ പിന്നെ കണ്ണ് കാണത്തില്ല. വിശപ്പിൻ്റെ അസുഖമുള്ള ഒരാളാണ്. ഒരു നേരം വിശന്നപ്പോൾ പറയണം: അയ്യോ ഞാൻ ചാവാൻ പോവാണേ, മരിക്കാൻ പോവാണേ, ഭക്ഷണം കൊണ്ടുപോയോ? സത്യമാണോ? ഒരു നേരം വിശന്നാൽ ഒരാൾ മരിക്കുമോ? അപ്പോൾ അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഈ പാപം എന്ന് പറയുന്ന ഒരു ഇൻക്ലിനേഷനാണ്, ഒരു ചായ്വാണ്.
ഭക്ഷണത്തോട് അതുപോലെയുള്ള സുഖങ്ങളോടുള്ള ഒരു ചായ്വുള്ള ഒരു മനുഷ്യൻ, വിശപ്പിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാള്, ശരീരത്തിൽ തോന്നുന്ന ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, പ്രചോദനങ്ങൾ അത് അപ്പം തന്നെ സാധിച്ചു കിട്ടണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു മനുഷ്യൻ, അതിനെ അല്പം പോലും അടക്കാൻ ആത്മനിയന്ത്രണമില്ലാത്ത ഒരു മനുഷ്യനാണ് ഏശാവ്. അപ്പോൾ ഏശാവിൻ്റെ കൊച്ചുമകൻ അമാലേക്കിലും ഈ പ്രശ്നം ഉണ്ടാവും. ഒരു നേരം വിശന്നപ്പോഴത്തേക്ക് വാവിട്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ചുവന്ന പായസമൊക്കെ കാണുമ്പോഴത്തേക്ക് ഭക്ഷണം കണ്ടാൽ അവൻ്റെ നിയന്ത്രണം പോവും. നമ്മുടെ ചില അച്ചായന്മാരെ പോലെ ഈ കുപ്പി ചുവന്ന വെള്ളമൊക്കെ കണ്ടവരെല്ലാം മറന്നു പോവും. ആരാന്ന് മറക്കും, എന്താന്ന് മറക്കും, വീട് മറക്കും, പിള്ളേരെ മറക്കും, കുടുംബം മറക്കും, സകലവും മറക്കും. ഏശാവ് രുചികരമായ ഭക്ഷണമൊക്കെ കണ്ടപ്പോൾ അവനെല്ലാം മറന്നു. പക്ഷെ ആ സ്വഭാവത്തിന് അവൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. അവന് പകരം കൊടുത്തത് എന്താണ്? പായസത്തിന് പകരം, ഭക്ഷണത്തിന് പകരം അവൻ എന്ത് കൊടുക്കേണ്ടി വന്നു? ജ്യേഷ്ഠാവകാശം വെക്കേണ്ടി വന്നു. എന്താണ് ഈ ജ്യേഷ്ഠാവകാശം? നമ്മൾ അതിൻ്റെ ഒരു ആന്തരിക അർത്ഥത്തിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് നമ്മൾ അതിശയിച്ചു പോകും. ജ്യേഷ്ഠാവകാശം എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാരമായി കാണാൻ പാടില്ല. ജ്യേഷ്ഠാവകാശം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമതായി അതിനകത്ത് 3 അനുഗ്രഹങ്ങൾ കിടപ്പുണ്ട്. ഒന്ന്, കുടുംബത്തിൻ്റെ ഭരണകർത്താവാണ്, അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ഫാമിലി, മൂത്തപുത്രൻ്റെ അവകാശമാണ്. 2, സ്വത്ത് പങ്കുവെക്കുമ്പോൾ അപ്പൻ്റെ സ്വത്തിൽ ഇരട്ടി പങ്കിന് അവകാശം മൂത്തപുത്രനാണ്. ഇത് രണ്ടും പൊട്ടെന്ന് വെക്കാൻ പാടില്ലാത്ത മൂന്നാമതൊരു കാര്യമുണ്ട്. അതായത് ഇസ്രയേലിൽ പൗരോഹിത്യം ഉടലെടുക്കുന്നതിന് മുമ്പ് കടിഞ്ഞൂൽ പുത്രന്മാർ ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്, ദൈവത്തിൻ്റെ അവകാശമാണവർ. കടിഞ്ഞൂൽ പുത്രന്മാര്, മിസ്രൈമ്യരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവം സംഹരിച്ചു, ഇസ്രയേൽക്കാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവം രക്ഷിച്ചു. അതിന് പകരമായി നിങ്ങളുടെ എല്ലാം കടിഞ്ഞൂൽ പുത്രന്മാരെ എനിക്ക് തരണം. അവർ ദൈവത്തിന് അവകാശപ്പെട്ടവരാണ്. ഇസ്രയേലിൽ കടിഞ്ഞൂൽ പുത്രന്മാർ പൗരോഹിത്യ കർമ്മം നിർവഹിച്ചവരാണ്. ലേവി പൗരോഹിത്യം വരുന്നതിന് മുമ്പ് ഇസ്രയേലിൽ ഒരു വീട്ടിൽ ഒരു കർമ്മം നടത്തേണ്ടി വന്നാൽ അത് ചെയ്യുന്നതിനുള്ള അവകാശം മൂത്തപുത്രനാണ്. അവൻ മൂത്തപുത്രൻ കുടുംബത്തിന്റെ പുരോഹിതനാണ്. അപ്പോൾ പൗരോഹിത്യം വെച്ചു എന്ന് പറഞ്ഞാൽ അവൻ പൗരോഹിത്യത്തെ അലക്ഷ്യമാക്കി. ഈ പൗരോഹിത്യം എവിടുന്ന് കിട്ടി? സംഖ്യാപുസ്തകം 18:9 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പൗരോഹിത്യം ദാനമായി തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമാണിത്. നിന്റെ പ്രത്യേകമായ പുണ്യമോ ജീവിതത്തിന്റെ എന്തെങ്കിലും നേട്ടമോ പരിഗണിക്കാതെ ദൈവം തന്റെ കാരുണ്യാതിരേകത്താ നിന്റെ ഉള്ളം കയ്യിൽ വച്ചു തന്ന ഒരു അനുഗ്രഹം. ഒരാൾ മൂത്രപുത്രനായി ജനിക്കുന്ന അവൻ തീരുമാനിച്ചിട്ടാണോ? ഇളയപുത്രനാകുന്ന അവൻ തീരുമാനിച്ചിട്ടാണോ? ജനിക്കണമെന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചില്ല. അപ്പോൾ നമ്മൾ മൂത്തപുത്രനായതും ഈ പൗരോഹിത്യം അവന്റെ മേൽ വന്ന് വീഴുന്നതും ദൈവത്തിന്റെ ജ്ഞാനത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം തന്റെ അനന്തമായ ജ്ഞാനത്താൽ നിന്റെ കയ്യിൽ ഒരു അനുഗ്രഹം വച്ച് തന്നപ്പോൾ അതിനെ വിശുദ്ധമായി പവിത്രമായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതിനെ നീ അലക്ഷ്യമാക്കിയാൽ അത് തന്നയാളെ അലക്ഷ്യമാക്കിയാൽ. പൗരോഹിത്യത്തെ വലിച്ചെറിഞ്ഞപ്പോൾ ശരിക്കും വലിച്ചെറിഞ്ഞത് ആരെയാണ്? ദൈവത്തെ. അവൻ അപമാനിച്ചത് പൗരോഹിത്യത്തെ അല്ല, അത് ദാനമായി കൊടുത്ത ദൈവത്തെയാണ്. അതുകൊണ്ടാണ് പിന്നീട് എബ്രായലേഖനത്തിൽ പറയുന്നത്, 12-ാം അധ്യായത്തിന്റെ 15 വാക്കിൽ വായിക്കുന്നുണ്ട്, ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ നിങ്ങൾ അഭക്തരാകരുത്. പിന്നീട് കണ്ണുനീരോട് അവൻ നിലവിളിച്ചിട്ടും അത് തിരികെ കിട്ടിയില്ല. ഇസ്ഹാക്കിന് മുമ്പിൽ അവൻ കരഞ്ഞ് നിലവിളിച്ചു, അപ്പാ നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് ഒരിക്കലും നിനക്ക് തിരിച്ചെടുക്കാനാവില്ലെന്ന് നീ കരുതിക്കൊള്ളണം എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഏശാവ് ജഡസ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. ജഡീക സ്വഭാവത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അവന്റെ കൊച്ചുമകൻ അമാലേക്കരിലും ഈ ജഡസ്വഭാവമുണ്ട്. എന്താണ് ഈ ജഡസ്വഭാവത്തിന്റെ ഒരു പ്രശ്നം? ജഡസ്വഭാവത്തിന്റെ പ്രശ്നം ഗലാത്യർ 5:17 പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും എതിരാണ്. ഇത് ഓപ്പോസിറ്റ് ആണ്. ഒന്നുകിൽ ജഡം അല്ലെങ്കിൽ ആത്മാവ്, ഇത് രണ്ടും ഒന്നിച്ചു പോകില്ല. ഒന്നുകിൽ ജഡാഭിലാഷം നീ തൃപ്തിപ്പെടുത്തും, അല്ലെങ്കിൽ ആത്മാഭിലാഷത്തെ തൃപ്തിപ്പെടുത്തും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും എതിരാണ്. ഒരു കറുത്ത പട്ടി വെളുത്ത പട്ടി രണ്ടും കൂടെ കടി കൂടിയാൽ ഏത് പട്ടി ജയിക്കും? കറുത്ത പട്ടിയും വെളുത്ത പട്ടിയും കടി കൂടിയാൽ ഏത് പട്ടി ജയിക്കും? ഏത് പട്ടിക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നു
ആ പട്ടി ജയിക്കും. ഇപ്പൊ ജഡവും ആത്മാവും കൂടെ യുദ്ധം ചെയ്താൽ ജഡം ജയിക്കും, ആത്മാവ് ജയിക്കും. ഏതിനെ നീ പോഷിപ്പിക്കുന്നു? അതാണ് ഗലാത്യലേഖനം 6:8-9 വാക്കിൽ പറയുന്നത്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നീ വിതയ്ക്കുന്നത് കൊയ്യും. എന്തിൽ വിതയ്ക്കുന്നു? എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? നിന്റെ കഴിവുകൾ, ടാലന്റുകൾ, സമയം, ദൈവം തന്ന അവസരങ്ങൾ, നമ്മൾ എന്തിൽ, ഏത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു? വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റൂ. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. നമ്മളെവിടെ വിതയ്ക്കുന്നേ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വാക്യങ്ങളിൽ വളരെ മനോഹരമായ ഒരു പരാമർശമുണ്ട്. നിങ്ങൾ നോക്കണമെന്നില്ല, ശ്രദ്ധിച്ചാൽ മതി. നോക്കി എടുത്ത് വായിക്കാനെന്നുള്ള ഒരു സാവകാശം ഇല്ല നമുക്ക്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ. ഇത്രയും നാൾ എഴുതിയിട്ടൊന്നും സാധിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇതെല്ലാം കേട്ടിരുന്നാൽ മതി. മത്തായിയുടെ സുവിശേഷം 24, 27, 28, 29 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യപുത്രൻ്റെ വരവ് നോഹയുടെ കാലം പോലാകും. അതെന്താ നോഹയുടെ കാലത്തിൻ്റെ പ്രശ്നം? നോഹയുടെ കാലത്ത് നോഹ പെട്ടകത്തിൽ കടക്കുന്നവരെയും മനുഷ്യൻ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും 4 കാര്യങ്ങളെ ചെയ്തുള്ളൂ. 100 വർഷം നോഹ പ്രസംഗിച്ചു. പെട്ടകം ഉണ്ടാക്കി തീരാൻ 100 വർഷം വേണ്ടി വന്നു. നീതി പ്രസംഗിയായ നോഹ 100 വർഷം പ്രസംഗിച്ചു, മനുഷ്യൻ ചെവിക്കൊണ്ടില്ല. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. നമ്മളിതിൽ കൂടെ എന്താ ചെയ്യുന്നത്? 70-80 വയസ്സുള്ള ഒരായുസിനിടയിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തിന്നും കുടിച്ചും. എനിക്കിപ്പോൾ തോന്നാറുണ്ട്, മനുഷ്യൻ കഴിക്കാനായി വേണ്ടി മാത്രം ജീവിക്കുക. എന്തുമാത്രം ഭക്ഷണമാണ് ഒരു മനുഷ്യൻ കഴിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത്രയും ഭക്ഷണത്തിന് ആവശ്യമുണ്ടോ? കഴിഞ്ഞൊരു കല്യാണത്തിന് പോയപ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നി. 92 വിഭവങ്ങളുണ്ടായി. ശരിക്കും കുമ്പസാരിച്ചിട്ട് പിന്നെ കുർബാന കൊള്ളാൻ പറ്റത്തുള്ളൂ. കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ഒരു പാപമാണ് അമിത ഭക്ഷണം എന്നൊരു ബോധം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. ഏറ്റുപറയേണ്ട ഒരു പാപമാണ് അമിത ഭക്ഷണം എന്നൊരു വിചാരം പോലും നമുക്ക് നഷ്ടപ്പെട്ടു. എന്താണ് ഈ സോദോമിരുടെ പാപം? സോദോമിരുടെ പാപം എന്തെന്ന് നിങ്ങൾക്കറിയോ? യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ അന്യജഡം മോഹിച്ചു. അവർ അന്യജഡം മോഹിച്ചു. പക്ഷെ അതിലേക്ക് നയിച്ച ഒരു സാഹചര്യമുണ്ട്. അതെവിടാ പറയുന്നത്? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം സോദോമിന്റെ പാപത്തെ കുറിച്ച് പറയുന്നു. 1 ഗർവ്, നിന്റെ സഹോദരിയായ സോദോമിന്റെ പാപമോ 1 ഗർവ്, പ്രൈഡ്, അഹങ്കാരം. അഹങ്കാരം മൂത്തപ്പോൾ പിന്നെ സംഭവിച്ചത് തീൻപുളപ്പ്. തീൻപുളപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബണ്ടൻസ് ഓഫ് ഫുഡ് ആൻഡ് വൈൻ. ഇഷ്ടം പോലെ ഭക്ഷണം. അബണ്ടൻസ് ഓഫ് ഫുഡ് ആൻഡ് വൈൻ. ഭക്ഷണം, വീഞ്ഞ് ഇഷ്ടം പോലെ തിന്ന് കൊഴുത്ത് മതിച്ച മനുഷ്യര്. പിന്നെ എന്താ സംഭവിച്ചത്? അടുത്ത പാപം നിർഭയ സ്വൈരം. മലയാളം പുസ്തകത്തിലെ വാക്കാണ് നിർഭയ സ്വൈരം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡൾജൻസ്. സെൽഫ് ഇൻഡൾജൻസ് എന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഭോഗാസക്തി, അഹങ്കാരം, അമിതമായ ഭക്ഷണം, ഭോഗാസക്തി. അടുത്തൊരു വാക്കൂടെ പറയുന്നുണ്ട്, നോ കൺസേൺ ഫോർ നീഡി ആൻഡ് പൂവർ. ഈ തിന്നു കൊഴുത്തപ്പോൾ പാപങ്ങളെ കുറിച്ച് കരുതലില്ല, ഭക്ഷണമില്ലാത്തവനെ കുറിച്ച് ചിന്തയില്ല. ടൺ കണക്കിന് ഭക്ഷണം കൊണ്ട് വേസ്റ്റ് കുഴി തള്ളുമ്പോൾ പാവപ്പെട്ടവനെ കുറിച്ചും മണ്ണ് വാരി തിന്നുന്നവനെ കുറിച്ചും വിചാരമില്ല. ഒരു അപ്പത്തിന്റെ മുറിക്ക് പോലും പോക്കില്ലാത്ത പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കുറ്റബോധം നമ്മെ അലട്ടുന്നില്ല. അപ്പോൾ പിന്നെ അന്യജടങ്ങളെ മോഹിച്ച് അവർ നശിച്ചുപോയി. മനുഷ്യൻ തിന്നും കുടിച്ചും. ഈ അടുത്ത സമയത്ത് കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർ മലയാള മനോരമയിലെ ജോണി ലൂക്കോസുമായിട്ട് നടത്തിയൊരു ഇന്റർവ്യൂവില് അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം പറഞ്ഞു. ജോണി ലൂക്കോസ് ചോദിച്ചു, ഈ ആശുപത്രികൾ തുടങ്ങാനുള്ള കോൺഫിഡൻസ് എവിടുന്നാണ്? അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ കുഴിമന്തിക്കടകൾ ഉള്ളിടത്തോളം ഒരാശുപത്രിക്ക് ഒരു കുഴപ്പവും പറ്റില്ല. ഒരാശുപത്രിയും പൊട്ടിപ്പോയില്ല. കാരണം അത്രയ്ക്ക് റെസ്റ്റോറൻസ് ആണ്. എനിക്ക് കുഴിമന്തിയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മൾ ഓർത്തിരിക്കണം, മനുഷ്യൻ തിന്നും കുടിച്ചും മാത്രം ജീവിക്കാനുള്ള ആ ഒരു ജീവിതം, അമിതമായ ഭക്ഷണം പാപമാണ്. നമ്മൾ തിരിച്ചറിയണ്ടേ.
തിന്നും കുടിച്ചും. പിന്നെ എന്താ? വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും. കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അതുങ്ങളെ പഠിപ്പിക്കുന്നു, അതുങ്ങൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ അതുങ്ങളെ കെട്ടിക്കുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും, അതിനെ വളർത്തുന്നു, അതിന് വിദേശത്ത് പോകണമെങ്കിൽ അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയും പഠിപ്പിച്ചും അതിന് ജോലികൾ ഉണ്ടാക്കിയും അവർക്ക് വീട് വെച്ച് കൊടുത്തും അവരുടെ മക്കളെ വളർത്തിയും പിന്നെ അതുങ്ങളെ പഠിപ്പിച്ചും അതുങ്ങൾക്ക് കാവലിരുന്നും ഒരായുസ് കഴിഞ്ഞു പോവുക. മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് വിചാരമില്ല. കലികാലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പഞ്ചപാണ്ഡവർ ശ്രീകൃഷ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. ശ്രീകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ 5 വഴിക്ക് പോവുക. പാണ്ഡവരോട് പറഞ്ഞതാണ്. പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ എന്നോട് പറയണം. അർജുനൻ പോയ വഴിയിൽ ഒരു കാഴ്ച കണ്ടു. ഒരു പശു പ്രസവിച്ച് ആ നേരം മുതൽ അതിൻ്റെ കുട്ടിയെ നക്കി തുടയ്ക്കാൻ തുടങ്ങി. നക്കി തുടച്ച് ചോര വാർന്ന് കുട്ടി ചത്തുപോയി. ശ്രീകൃഷ്ണന്റെ അടുക്കൽ വന്നപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കലികാലത്തിൽ സംഭവിക്കും. പുത്രവാത്സല്യം കൊണ്ട് മനുഷ്യർ അന്ധരാകും. മക്കളെ സ്നേഹിച്ച് കൊല്ലും. അവർക്കെല്ലാം വാങ്ങിക്കൊടുത്ത് അവർ പറയുന്നതെല്ലാം സാധിച്ച് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവരെ കൊല്ലും. ഒരു കാര്യോട് പറഞ്ഞു, അതോടെ അവരെല്ലാവരെയും മറക്കും, മറ്റെല്ലാവരെയും മറക്കും. മക്കളെ സ്നേഹിക്കുന്നുണ്ടോ, വാത്സല്യിക്കുന്നുണ്ടോ, അപരാധമൊന്നുമില്ല. പക്ഷെ മറ്റുള്ളവരെ നമ്മൾ മറക്കുന്നു. നമ്മളുടെ ഹോൾ കോൺസെൻട്രേഷൻ ഗോസ് ടു ചിൽഡ്രൻ. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കുഞ്ഞുങ്ങളിലേക്ക് മാറുകയാണ്. വേറൊന്നിനെ കുറിച്ചും നമുക്ക് ചിന്തയില്ല, മറ്റാരെക്കുറിച്ചും ചിന്തയില്ല. ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് തിരുമേനിക്കൊക്കെ അറിയാം, 252 പേരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാൻ ആളില്ല. നല്ല വീട്ടിലെ മനുഷ്യരാണ്. ചികിത്സിച്ചിട്ട് തിരിച്ചേറ്റെടുക്കാനോ കൊണ്ടുപോകാനോ ആളില്ല. ഊളംപാറയുന്ന ഒരു മനോരക ആശുപത്രിയുണ്ട്, 100 കണക്കിന് രോഗികളെ തിരിച്ചു കൊണ്ടുപോകാൻ ആളില്ല. ഞങ്ങളുടെ അടുത്ത സങ്കേതം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ 18 പേരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ അഭ്യുന്ന പരിശുദ്ധ പരുമല തിരുമേനി പള്ളികൾക്ക് അയച്ച അതേ ഗൗരവത്തോടെ തൻ്റെ വീട്ടിലുള്ളവർക്ക് സ്വകാര്യ കൽപ്പനകൾ അയച്ചിട്ടുണ്ട്. അതേ ഗൗരവത്തോടെ ആ കൽപ്പനകളിലെല്ലാം ആവർത്തിച്ച് തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വായിച്ചിട്ടുള്ളവർക്കറിയാം. നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമായവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുമേനിയുടെ വീട്ടിൽ 4 വിധവകളായ സ്ത്രീകളുണ്ടായിരുന്നു. അപ്പൻ്റെ സഹോദരി ഉണ്ടായിരുന്നു. അമ്മയുടെ സഹോദരി വീട്ടിലുള്ളവർക്ക് എഴുതുമ്പോൾ പറയും, മക്കളെ, ഈ അമ്മമാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം, അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ കൊടുക്കോ അതൊക്കെ അവർക്കും കൊടുക്കണം. അവരെ സന്തോഷിപ്പിക്കണം. അവരെ സന്തോഷിപ്പിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. അവരെ സന്തോഷിപ്പിച്ചാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. നമുക്കെവിടാ നിക്ഷേപം? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നീ ജഡത്തിൽ മാത്രം വിതച്ചാൽ ഈ കല്ലറയ്ക്ക് അപ്പുറത്തേക്ക് നീ പോവില്ല. കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചാലും ജീവിക്കും. അതെങ്ങനെയാണ്? എനിക്ക് അടുത്ത സമയത്താണ് അതിന്റെ ശരിക്കും അർത്ഥം മനസ്സിലായത്. തിരുമേനിമാര് പരിശുദ്ധന്മാരുടെ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ, ഉമ്മൻചാണ്ടി സാറ്, എങ്ങനെയാണ് ഈ മരിച്ചാലും ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാള് മരിച്ചാലും ജീവിക്കുന്നു. ഈ കല്ലറകളെ ഭേദിച്ച് പുറത്തു വരും. അനേകരുടെ പ്രാർത്ഥനകളിലും ഓർമ്മകളിലും ചിന്തകളിലും നീ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച്, കുറെ ഭക്ഷണം കഴിച്ച്, കുറെ കുഴിമന്തി കഴിച്ച്, വല്ല വീട് വെച്ച്, അതിൽ വർഷാവർഷം പെയിന്റ് അടിച്ച്, അതിൻ്റെ മുറ്റത്തെല്ലാം ചെടികൾ നട്ടുവെച്ച്, അതിൻ്റെ മുറ്റത്തെല്ലാം ടൈല് വിരിച്ച്, അതിൻ്റെ മുകളിൽ വീടിൻ്റെ ഡ്രസ് ഉണ്ടാക്കി, പിന്നെ അടുത്ത വർഷം മതിലിൻ്റെ ഉയരം കൂട്ടി നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ഈ കല്ലുറയ്ക്കപ്പുറത്തേക്ക് നീ ഉണ്ടാവില്ല. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രായമായവർക്ക് വേണ്ടി, ആളുകൾ നമ്മെ ഓർത്തിരിക്കാൻ ഒറ്റ കാര്യമേ വേണ്ടൂ, ഒരു എലമെന്റിന്റെ ആവശ്യമുള്ളൂ, കരുണ. നമ്മളോട് കരുണ കാണിച്ചവരെ നമ്മൾ മറക്കില്ല. നീ ഒരാളുടെ കയ്യിൽ 100 രൂപ രഹസ്യമായി വെച്ച് കൊടുക്കാൻ പറയും, കുഞ്ഞെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന സ്വർഗം തുളച്ചു കയറും. നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഫലമുണ്ട് പാവപ്പെട്ട ഒരു വല്യമ്മച്ചിയുടെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയ്ക്ക്. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നമ്മൾ എവിടാ വിതയ്ക്കുന്നത്?
പിന്നെ നമ്മൾ ഈ ജഡത്തെ എന്ത് ചെയ്യും? ഈ ജഡസ്വഭാവത്തെ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പൗലോസ് ഗലാത്യലേഖനം 5:24 പറയുന്നത്. ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. Those who are in Christ crucified their flesh with all its desires and passions. ഈ ശരീരത്തെ അതിൻ്റെ എല്ലാ ആഗ്രഹങ്ങളോടും മോഹങ്ങളോടും ക്രൂശിക്കണം. ഈ ശരീരത്തെ അതിൻ്റെ വഴിക്ക് വിടരുത്. ഈ ശരീരത്തെ അതിൻ്റെ മോഹങ്ങളോട് താല്പര്യങ്ങളോട് ക്രൂശിക്കണം. അതാണ് 1 പത്രോസ് 4:1 പറയുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും അതൊരായുധമായി ധരിക്കണം. ടേക്ക് ഇറ്റ് ആസ് എ വെപ്പൺ. ഈ ജഡത്തിലെ കഷ്ടതകൾ, ജഡത്തിലെ പരിമിതികൾ, ജഡത്തിലെ ചില സഹനങ്ങൾ, ജഡത്തിലെ ചില പ്രായശ്ചിത്തങ്ങൾ ഈ ജഡം കൊണ്ട്. കാരണം എന്തെന്നറിയോ? പിശാചിന്റെ എൻട്രി പോയിന്റ് ശരീരമാണ്. ആരെങ്കിലും പിശാചിനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ആദ്യം തോൽപ്പിക്കേണ്ടത് സ്വന്തം ശരീരത്തെയാണ്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വയറിനെയാണ്, ഉദരത്തിലാണ്. പിശാചിന്റെ എൻട്രി പോയിന്റ് ഉദരമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് പരശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് 40 ദിവസം ഉപവസിച്ചത്? പിശാചിന്റെ മേൽ ജയം വരിക്കാൻ മറ്റൊരു വഴിയില്ല. പിശാചിനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ ജഡത്തെ തോൽപ്പിക്കണം, ശരീരത്തെ തോൽപ്പിക്കണം, ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കണം, പാഷൻസിനെ നിയന്ത്രിക്കണം, വികാരങ്ങളെ നിയന്ത്രിക്കണം. ശരീരത്തിനെ അതിൻ്റെ വഴിക്ക് വിടരുത്. അതിനുള്ള വഴി എന്താണ്? റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 2 കാര്യങ്ങൾ പൗലോസ് സ്പെസിഫിക് ആയിട്ടോടെ പറയുന്നുണ്ട്. ഒന്ന്, എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ശരീരം ഇത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ള ശരീരമാണ്. മാമോദിസ മുങ്ങിയ ശരീരമാണ്. മൂറോൻ അഭിഷേകം പ്രാപിച്ച ശരീരമാണ്. കർത്താവിന്റെ ശരീരങ്ങൾ അനുഭവിക്കുന്ന ശരീരമാണ്. Offer your body as a living sacrifice. ഈ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിക്കണം. നമ്മൾ ഈ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിന് പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ശരീരത്തിൽ തുടങ്ങണം. ശരീരം കൊണ്ട് ചില പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കാര്യം പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഉപവാസം. വേറൊരു വഴിയില്ല. ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതുകൊണ്ടാണ് എല്ലാ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും ഉപവാസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഉപവാസം ബുധനും വെള്ളിയും ഉപവാസമില്ലാത്ത ഒരു ഓർത്തഡോക്സ് സഭയില്ല. നമ്മളതൊക്കെ മറന്നു തുടങ്ങി. ബുധനാഴ്ചയൊക്കെ ഉപവാസം ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. നോമ്പ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. എന്തിനാണ് ഈ പകുതിയിലധികം ദിവസങ്ങൾ നോമ്പും ഉപവാസവുമായി ഈ സഭ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്? മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഉപവാസം വഴിയാണ്. മറ്റൊരു വഴിയില്ല. ഒരാളെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉള്ളപ്പോൾ, ഞങ്ങൾ 2 ആമക്കളൊക്കെ ഉണ്ട്. എൻ്റെ അപ്പച്ചൻ പറയുന്നൊരു കാര്യം, ഈ പശുവിന് പുല്ല് പറിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ഒരുപാട് ജോലികളാണ്. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ തുള്ളി വെള്ളം തരത്തില്ല, ഭക്ഷണം നിഷേധിക്കും. അങ്ങനെയാണ് പറയുക. അങ്ങനെ ചെയ്യില്ല, പക്ഷെ പറയുന്ന അങ്ങനെയാണ്. പണ്ടുള്ള അപ്പച്ചന്മാരൊക്കെ അത് പറയും. തുള്ളി വെള്ളം തരത്തില്ല, വീട്ടിൽ കയറ്റില്ല. കാരണം ഒരാളെ അച്ചടക്കം പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഭക്ഷണം കുറയ്ക്കലാണ്. അതുകൊണ്ട് ഈ ജയിലിലൊക്കെ എന്താ ഭക്ഷണം എന്തായിരുന്നു? അടുത്ത കാലം വരെ നമ്മളെ അലക്സാണ്ടർ ജേക്കബ് സാറ് DGP ആയി വരുന്ന വരെയും ജയിലിലെ ഭക്ഷണം ഉണ്ടയായിരുന്നു. ഞാൻ നിന്നെ ഉണ്ട തീറ്റിക്കും എന്നൊക്കെ പറയില്ല. എന്താ ഈ ഉണ്ട? ഗോതമ്പ് ഉരുട്ടി എണ്ണയിൽ പുഴുങ്ങി പൊരിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. 250 ഗ്രാം വീതം. രാവിലെ ഉണ്ട, ഉച്ചയ്ക്കുണ്ട, വൈകിട്ടുണ്ട. ഇത് തിന്നവൻ പ്രാഗിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം. ഇപ്പം എന്താ കൊടുക്കുന്നറിയാം? നമ്മുടെ ബോബി ചമ്മണ്ണൂരൊക്കെ പറഞ്ഞു, ജയിലിലെ ഭക്ഷണം സൂപ്പറാണ്. ആഴ്ച ഒരിക്കൽ മട്ടൺ നിങ്ങൾക്ക് കിട്ടുമോ? ദിവസവും ചിക്കൻ,
2 ദിവസത്തിലൊരിക്കൽ ബീഫ്, അതൊക്കെ കൃത്യമായി അളന്ന് തൂക്കി ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം. അവർക്ക് പോഷകാഹാരക്കുറവൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടെന്താ, എല്ലും തോലുമായിട്ടിരുന്ന ഗോവിന്ദചാമിയൊക്കെ അങ്ങോട്ട് പോയി മട്ടനും ചിക്കനും ബീഫും ഒക്കെ കഴിച്ച് തിന്നു കൊഴുത്ത് ഷാരൂഖ് ഖാനെ പോലെ ഇറങ്ങി വരികയാണ്. ഇനി ഞാൻ ആരെയാ പീഡിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കൺസെപ്റ്റ് തെറ്റാണ്. ഈ ജയിലിലൊക്കെ ഈ വിരസമായ ഡ്രൈ ആയിട്ട് ഭക്ഷണം കഴിച്ച് മേലാൽ ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് ഇറങ്ങിപ്പോകണം. ഇപ്പം ഇറങ്ങി വരുന്നവരൊക്കെ എത്രയും വേഗം ഇറങ്ങിയിട്ട് ഇവിടെ തട്ടിയിട്ട് ആളുകളെ തട്ടിയിട്ട് പോവുകയാണ്. എന്തൊരു കാലമായത്! കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ കാരണം ശിക്ഷയില്ല, വിചാരണകൾ നീണ്ടുപോകുന്നു, വർഷങ്ങൾ. ഈ നിയമവ്യവസ്ഥയുള്ളൊരു രാജ്യത്ത് കുറ്റകൃത്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. കർശനമായ കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷയുണ്ടാകണം, ഡിസിപ്ലിൻ ചെയ്യണം. അതിനൊക്കെ പൂർവികർ കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഇവനെ ഉണ്ടതിരിക്കുക, അഴിയെണ്ണിക്കുക എന്നൊക്കെ പറയുന്നത്. പുറത്ലോകം കാണാതിരിക്കുക. ഇപ്പോൾ അവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്താണ്. പരോൾ ഇഷ്ടം പോലാണ്. എന്തൊരു കാലമായി! അതുകൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യരെ തല്ലിക്കൊല്ലാൻ മടിയില്ലാത്തത്. കൊച്ചു പിള്ളേർ പോലും 14-12 വയസ്സുള്ള അവർക്കും പരിരക്ഷയാണ്. 18 കഴിഞ്ഞില്ലെങ്കിൽ അവന് കിട്ടാവുന്ന 18-ന് ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും. ആര് മാറ്റി ഈ നിയമങ്ങൾ? 18 വയസ്സ് തികയാൻ ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിൽ അവന് ആരെ കൊന്നാലും ഏത് സ്ത്രീയെ പീഡിപ്പിച്ചാലും അവന് 3 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങി പോകാം. ജുവൈനൽ ശിക്ഷയുള്ളൂ. ഡിസിപ്ലിൻ പഠിപ്പിക്കണം, ഭക്ഷണം നിയന്ത്രിക്കണം. ഒരാൾ ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരുന്നത് എന്ത് പറ്റും? നിങ്ങളുടെ മക്കളാകട്ടെ ചോദിക്കുന്നതെല്ലാം, ഒരു ഉടുപ്പ് ചോദിച്ചാൽ 2 ഉടുപ്പ്, 100 രൂപ പോക്കറ്റ് മണി ചോദിച്ചാൽ 1000 രൂപ ഇരിക്കട്ടെ മക്കളെ. ഒരു സാധാ ഫോൺ ചോദിച്ചാൽ ഒരു ഐഫോൺ, സൈക്കിൾ ചോദിച്ചാൽ നല്ല ഒരു എന്താ പറയുക സൂപ്പർ ബൈക്ക്, ഇഷ്ടം പോലെ കൊടുത്തോളൂ. അവനും നശിക്കും, നിങ്ങളെയും നശിപ്പിക്കും. ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്. ഈ വയറ് ചോദിച്ചോണ്ടിരിക്കും. എന്താ ചോദിക്കുന്നത്? വയറിന് എന്താ വേണ്ടേ? ശരീരത്തിന് എന്താ വേണ്ടേ? ഭക്ഷണം വേണം, ഉറക്കം വേണം, സുഖങ്ങൾ വേണം. ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്. ഇപ്പോൾ ഇല്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഭക്ഷണമില്ല. വലിയ നോമ്പ് തുടങ്ങി, 50 ദിവസത്തേക്ക് ഭക്ഷണമില്ല. മര്യാദയ്ക്ക് ഇരുന്നോണം. വയറിനെ പഠിപ്പിക്കണം, വയറിനെ മെരുക്കിയെടുക്കണം. ആദ്യത്തെ 3-4 ദിവസങ്ങളിലൊക്കെ അത് പിണങ്ങും, ഉറക്കം വരും, വയറ് മുടക്കും, തലവേദന എടുക്കും. പക്ഷേ എടുക്കാൻ ആളുള്ള കുഞ്ഞുങ്ങളെ കരയാറുള്ളൂ എന്ന് പറയുന്ന പോലെ ചോദിച്ചാൽ കിട്ടിയാലേ ചോദിക്കുള്ളൂ. കിട്ടില്ലെന്ന് വന്നാൽ ചോദിക്കുന്നത് നിർത്തും. പതിയെ പതിയെ അത് സമരസപ്പെടും. നമ്മുടെ ആഗ്രഹത്തോടെ അത് സമരസപ്പെട്ട് വരും. ഭക്ഷണം മോശമായതുകൊണ്ടല്ല, എല്ലാം നല്ലതാണ്. ദൈവം എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ എല്ലാം നിനക്ക് നിയമാനുസൃതമാണെങ്കിലും എല്ലാം നിനക്ക് പ്രയോജനകരമല്ല. അത് ഓർക്കണം. പൗലോസ് പറഞ്ഞൊരു വാചകമാണ്, എല്ലാം പെർമിസിബിളാണ്, പക്ഷെ നിനക്കത് പ്രയോജനമില്ല, എല്ലാം പ്രയോജനമല്ല. ഒരു ബുഫേ ടേബിളിൽ ഇരിക്കുന്ന എല്ലാം നീ കഴിക്കേണ്ട കാര്യമില്ല. മട്ടനും ചിക്കനും പോർക്കും ബീഫും എല്ലാം നിനക്ക് വേണ്ടിയല്ല. നമ്മൾ ആർക്കും ഈ ടേബിളിൽ ഇരിക്കുന്ന മുഴുവൻ നമുക്ക് കഴിക്കാനാണ്. അതെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ച് അവസാനം ഒന്നും കഴിക്കാതെ കൊണ്ട് കളയുക. എല്ലാം പ്രയോജനമുള്ളതാണ്, എല്ലാം നല്ലതാണ്, അനുവദനീയമാണ്, പക്ഷെ എല്ലാം പ്രയോജനകരമല്ല. നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ തീരുമാനിക്കണം എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം. ഈ അടുത്ത സമയത്ത് ഞാനൊരു ക്രിസ്മസിൻ്റെ സമയത്താണ് ഒരു എക്യുമെനിക്കൽ ഒരു ക്രിസ്മസ് പ്രോഗ്രാമിന് പോയി. കരോൾ സോങ് എക്യുമെനിക്കൽ പ്രോഗ്രാമാണ്. അവിടെ വിളമ്പിയത് ഫ്രൈഡ് റൈസും ചിക്കനും. വന്നതിലധികവും ഓർത്തഡോക്സുകാർ. ഒരു മനുഷ്യൻ ഈ കൈയെടുത്തൊന്ന് കാണിക്കുന്നത് ഞാൻ കണ്ടില്ല. എനിക്ക് നാണം തോന്നി. ഒരു ഓർത്തഡോക്സുകാരനായിട്ട് അവിടെ പോയിരുന്നതിൽ എനിക്ക് നാണം തോന്നി. ഒരു മനുഷ്യൻ കർത്താവ് പറഞ്ഞൊരു വാചകം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ്. ആഹാരത്തെക്കാൾ ജീവൻ. ഈ ജീവൻ ഉണ്ടെങ്കിൽ എത്ര നാൾ കഴിക്കാം, ഇനി എന്തെല്ലാം കഴിക്കാം, എന്നുവരെ കഴിക്കാം. സഭയെ നാണം കെടുത്തരുത്, കൽപ്പനകളെ പരസ്യമായി അധിക്ഷേപിക്കരുത്. ഒരു നോ പറയാൻ ഇത്രയും കാലത്തെ ആത്മീക പരിശീലനത്തിനിടയിൽ ഒരു നോ പറയാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ എന്ത് ആത്മീയ ജീവിതമാണ്? എല്ലാം നല്ല നോക്കിയാ, പക്ഷെ ചില സമയങ്ങളിൽ വേണ്ട. നോ, പൊതുവെ നോ പറയണം.
ആവശ്യമുള്ളപ്പോൾ മാത്രം യെസ് പറയണം. പൊതുവെ നോ പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാകണം. ആര് തന്നാലും എന്ത് തന്നാലും എങ്ങോട്ട് വിളിച്ചാലും ആരാവശ്യപ്പെട്ടാലും അതിൻ്റെ എല്ലാം കൂടെ പോവുക, തരുന്നതെല്ലാം വാങ്ങിക്കഴിക്കുക. നോ. ചില കാര്യങ്ങൾ നമ്മൾ നിയന്ത്രണം പാലിക്കാൻ, നമ്മളെ തന്നെ പഠിപ്പിക്കാൻ നമ്മൾ ശീലിക്കണം. അത് മോശമായതുകൊണ്ടല്ല, നമ്മൾ അടിമയായി പോകാതിരിക്കാനാണ്. ഒരു മനുഷ്യൻ എന്തിനോട് തോക്കുന്നു അതിനടിമപ്പെടുന്നു. 2 പത്രോസ് 2:19 എഴുതി വെച്ചു. 2 പത്രോസ് 2:19. ഒരു മനുഷ്യൻ എന്തിനോട് തോക്കുന്നു? നീ വയറിനോട് തോറ്റു പോകരുത്, ഭക്ഷണത്തോട് തോറ്റു പോകരുത്, ഒരു കഷ്ണ ഇറച്ചിയോട് തോറ്റു പോകരുത്, ഒരു ചിക്കൻ കറിയോട് തോറ്റു പോകരുത്. ഒരു മനുഷ്യൻ എന്തിനോട് തോറ്റുപോക്കുന്നു അതിനടിമപ്പെട്ടിരിക്കുന്നു. നീ അതിനടിമയാകരുത്, നിന്റെ ശരീരത്തെ അടിമയാകണം. പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 9:27 പറയുന്നു, ഞാൻ പ്രസംഗിച്ച് എന്നെ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കാൻ ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. ഈ ശരീരത്തെ നമ്മൾ അടിമയാക്കണം. ഈ ശരീരത്തിൻ്റെ അടിമകളായി നമ്മൾ മാറരുത്. അത്രേ ഉള്ളൂ അതിൻ്റെ പ്രിൻസിപ്പിൾ, അത്രേ ഉള്ളൂ അതിൻ്റെ തത്വം. നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടാകുക, അതാണ് പ്രധാനം. ഉപവാസം കൊണ്ട് ശരീരത്തെ, നോമ്പ് കൊണ്ട് ശരീരത്തെ നവീകരിക്കണം. അടുത്തപടി എന്താണ്? പൗലോസ് എന്താ പിന്നെ പറയുന്നത്? റോമാലേഖനം 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ശരീരത്തെ ഉപവാസം കൊണ്ട് നവീകരിക്കാം. മനസ്സിനെ എങ്ങനെ നവീകരിക്കും? മനസ്സിനെ എങ്ങനെ പുതുക്കും? അതിനുള്ള വഴി എന്താ? മനസ്സിൻ്റെ പ്രശ്നം എന്താ? ചിന്തകളാണ്. ഇവിടെ ഇരിക്കപ്പോൾ തന്നെ എന്തെല്ലാം ചിന്തകളാണ്. ഇതെപ്പോൾ തീരും? നീ എപ്പോൾ വീട്ടിൽ ചെല്ലും? വൈകിട്ടിന് എന്തോ കഴിക്കും? രാവിലത്തെ ദോശയ്ക്ക് മാവ് അരച്ചില്ല. ഒരുപാട് മക്കളെ നീ എപ്പോൾ വിളിക്കും? ഒരുപാട് ചിന്തകൾ. ഒരാൾ എന്താകുമെന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ആസ് എ മാൻ തിങ്സ് സോ ഈസ് ഹി. ഒരാൾ എന്ത് ചിന്തിക്കുന്നു അതായിത്തീരും. എപ്പോഴും എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നു വരുന്ന ചിന്തകൾ നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്. ആ ചിന്തകളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അത് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യരാകും, മോശമാണെങ്കിൽ മോശം മനുഷ്യരാകും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതുപോലായിത്തീരും. ഒരു നല്ല മനുഷ്യന് നല്ല ചിന്തകൾ വേണം. നല്ല ചിന്തകൾക്ക് നല്ല സോഴ്സ് വേണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ പകൽ മുഴുവൻ ഈ വാട്സാപ്പിലും ചാറ്റ് ചെയ്ത് ആളുകൾ അയക്കുന്ന സകലമാന വീഡിയോസും കണ്ട് അതെല്ലാം ഷെയർ ചെയ്ത് ആ ഗ്രൂപ്പിലെല്ലാം കയറി മറുപടി പറഞ്ഞ് എല്ലാത്തിനും കമൻ്റ് ഇട്ട് സർവമാന റീൽസും കണ്ട് നല്ല മനുഷ്യനായിരിക്കാൻ പറ്റൂ? പകല് മുഴുവൻ ഒരാൾ എന്തിൽ വ്യാപരിക്കുന്നു? ഇത് രാത്രിയിൽ സങ്കല്പങ്ങളായി, ദർശനങ്ങളായി, ഭാവനകളായി അവൻ്റെ ഉള്ളിലേക്ക് വരും. നീ എന്ത് കാണുന്നു, എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു വളരെ പ്രധാനമാണ്. നല്ല ചിന്തകൾ, നീ കേൾക്കുന്നത് വായിക്കുന്നതൊക്കെ നിന്റെ ബോധ്യമായി മാറും. അതാണ് പൗലോസ് പറഞ്ഞ റോമാലേഖനം 10:8. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരും. നീ കേൾക്കുന്നത് നിന്റെ ബോധ്യമായി വിശ്വാസമായി പരിണമിക്കും. അതുകൊണ്ട് ഒരു വിശ്വാസി എല്ലാം കേൾക്കരുത്. ഈ നിരീശ്വരവാദികളൊക്കെ ധാരാളം വീഡിയോസ് ചെയ്യുന്നു. നമ്മളതൊക്കെ ആവർത്തിച്ച് കേട്ടാൽ നമ്മുടെ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടും. ഒരു ദൈവ പൈതൽ, നീ ഒരു ആത്മീയമായ ജീവിതം നയിക്കാനും കർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചേരാനും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനനുയോജ്യമായ, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ കേൾക്കാവൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തുറന്നു വെക്കുമ്പോൾ കിട്ടുന്നെല്ലാം കേൾക്കരുത്. അത് ആവർത്തിച്ച് കേട്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. പിശാച് നിങ്ങളെ വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ത് വായിക്കുന്നു, എന്ത് കേൾക്കുന്നു, നമ്മൾ എന്ത് വായിക്കണം? ഏറ്റവും നല്ല സോഴ്സ് എന്താണ്? അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിനേക്കാൾ ഒരു മനുഷ്യനെ നവീകരിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു സോഴ്സ് മറ്റെന്താ? വേറെ ഒരു സോഴ്സും ഇല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം പറഞ്ഞ യഹോവയുടെ പ്രമാണം രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാവും പകലും. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നീ എന്ത് ഇച്ഛിച്ചാലും നടക്കും. വെറുതെ പറയുന്നതല്ല. കർത്താവ് ഒരു വാക്ക് വെറുതെ പറയില്ല, ഒരു വാക്ക് വെറുതെ എഴുതില്ല. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 101% നിങ്ങളതനുസരിച്ചാൽ അത് സംഭവിക്കും.
നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ. ആ വചനം എങ്ങനെ വസിക്കും? വസിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ പഠിക്കണം. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വാക്യങ്ങൾ പഠിക്കുന്നത്? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പാഠഭാഗങ്ങൾ പഠിക്കുന്നത്? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഹോംവർക്ക് ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പദ്യങ്ങൾ കാണാ പഠിക്കുന്നത്? ഉരുവിട്ട് 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 എഴുതി 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 ആവർത്തിച്ച് പറഞ്ഞു 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 പഠിക്കണം. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ആവർത്തനം 6:6. ഞാൻ ഈ പറയുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. സംഗ്രഹിക്കണം. അടുത്തത്, നീ വീട്ടിൽ ചെന്ന് നിന്റെ മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ ചെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. ഇന്നൊരച്ഛൻ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു. എൻ്റെ കൊച്ചുനാളിൽ ഈ ഞായറാഴ്ചകൾ എനിക്ക് വലിയ പേടി സ്വപ്നമായിരുന്നു. ഞായറാഴ്ച അറിയാറായ പ്രായം തൊട്ട്. കാരണം ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ അപ്പച്ചനൊരു ചോദ്യം ചോദിക്കും. ഇന്ന് അച്ഛൻ എന്താ പ്രസംഗിച്ചേ? ടീച്ചർ എന്താ പഠിപ്പിച്ചേ? അത് ഉത്തരം പറയാനായിട്ട് ഞാൻ പിന്നെ ആ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഏതെങ്കിലും ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ച ഒരപ്പനുണ്ടായിരുന്നുകൊണ്ടാണ് ഇന്ന് ഈ പുസ്തകവും പിടിച്ച് ഈ കല്ലൂപ്പാറ കൺവെൻഷനിൽ ഞാൻ നിൽക്കുന്നത്. നമ്മൾ മക്കളോട് എന്താ ചോദിക്കുന്നത്? ഞായറാഴ്ചകളിൽ വൈകിട്ട് അവരെ വിളിക്കുമ്പോൾ, മക്കളെ ഇന്ന് ബിരിയാണി ആയിരുന്നോ ഫ്രൈഡ് റൈസ് ആയിരുന്നോ? നീ പള്ളിയിൽ പോയോ എന്ന് ചോദിക്കണം. മക്കളെ വേദോത്സവം വായിച്ചോ? മക്കൾ പ്രാർത്ഥിച്ചോ? ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. മക്കളെ വലിയ നോമ്പ് വന്നു, നോമ്പ് നോക്കണം. ചത്തുവോ കുഞ്ഞുങ്ങൾ? നമ്മുടെ പ്രായമായ കുഞ്ഞുങ്ങൾ നോമ്പെടുത്താൽ എന്താ ചത്തുവോ? ഉപവാസം എടുത്താൽ എന്താ ചത്തുവോ? പറഞ്ഞു കൊടുക്കണം. മക്കളെ, ഇതല്ലാതെ നമുക്കൊരു വഴിയില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും, അവന് പക്ഷഭേദമില്ല. അവനെ ആര് വിളിച്ചപേക്ഷിച്ചാലും അവൻ രക്ഷിക്കപ്പെടും. കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, വാ വിട്ട് കരയണം മക്കളെ, നിലവിളിക്കണം, നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഷാർപ്പായി സ്വർഗത്തിലേക്ക് കയറും. അവരോട് പറയണം, പള്ളിയിൽ പോകണം, നോമ്പ് നോക്കണം, ഉപവസിക്കണം. ഈ പറയുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വീട്ടിൽ ചെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കണം. താഴോട്ട് പറയുന്നു, നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കണം. നീ വീട്ടിലിരിക്കുമ്പോൾ ഇത് വായിക്കണം. വഴി നടക്കുമ്പോൾ വായിച്ചത് ഉരുവിടണം. നിന്റെ മനസ്സിലുള്ള സങ്കീർത്തന ഭാഗങ്ങൾ ഉരുവിട്ടുകൊണ്ട് പോകണം. രാവിലെ വായിച്ച വേദവാക്യം ഉരുവിടണം. വൈകുന്നവരെ ഉരുവിടണം. ഒരു കാര്യം ആവർത്തിച്ച് ഉരുവിട്ടാൽ അതൊരു ബോധ്യമായി മാറും, അതൊരു വിശ്വാസമായി മാറും. ആ കാര്യം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഇതൊന്നും സംഭവിക്കാത്തത്? പറയണം, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഒരു വാക്യം വായിച്ചാൽ പറയണം, ഇതെന്നിൽ സംഭവിക്കട്ടെ. അമ്മ പറഞ്ഞ പോലെ പറയണം, നീ പറഞ്ഞത് എന്നിൽ ഈ നിമിഷം സംഭവിക്കട്ടെ. ഈ പറയുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, വീട്ടിൽ ചർച്ച ചെയ്യണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോൾ ഫോണെടുത്ത് നോക്കിയിട്ടല്ല കിടക്കണ്ടേ. സങ്കീർത്തനങ്ങൾ വായിച്ച് കിടക്കണം. രാവിലെ എണീറ്റാവുടൻ ഫോണല്ല, വേദപുസ്തകം തപ്പണം, പ്രാർത്ഥനാ മുറിയിലേക്ക് പോകണം. ഒരു മനുഷ്യൻ ഒരു ദിവസം ആദ്യം എടുക്കുന്ന കാര്യം അത് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അടുക്കളയിലോട്ടാണോ പോകുന്നത്? പ്രാർത്ഥനാ മുറിയിലോട്ടാണോ? ഒരാൾ ആദ്യം എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റാൽ ഉടൻ ഒരു മനുഷ്യൻ ആദ്യം മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഒരു ദിവസത്തെ ആദ്യത്തെ പ്രവൃത്തി ദൈവത്തെ അന്വേഷിക്കലാകണം, ദൈവവചനം വായിക്കലാകണം. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, തലവരകൾ മാറും, ഗതികേട് പിടിച്ച ജീവിതങ്ങൾക്കൊക്കെ ഒരു വ്യതിയാനം വരും. ദൈവത്തെ മാനിക്കണം, ദൈവവചനത്തെ ഗൗരവമായി എടുക്കണം. ദൈവത്തെയും ദൈവവചനത്തെയും ഗൗരവമായി എടുക്കാത്ത ആരുടെയും കാര്യത്തിൽ ദൈവത്തിന് ഉത്തരവാദിത്തമില്ല. നമ്മൾ എടുക്കണ്ടേ? ഈ ദൈവവചനത്തെ ഗൗരവമായി എടുക്കണ്ടേ? പ്രാർത്ഥനകളെ കുറെ കൂടെ ഗൗരവമായിട്ട് എടുക്കണ്ടേ? കുടുംബ പ്രാർത്ഥനകളെ കുറെ കൂടെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കണ്ടേ? ഉപവാസവും നോമ്പും കൊണ്ട് ശരീരത്തെയും ദൈവവചനവും കൊണ്ട് പ്രാർത്ഥന കൊണ്ടും
ആത്മാവിനെയും നവീകരിക്കണം. അങ്ങനെ നവീകരിച്ചാൽ ദൈവം ആത്മാവാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നീ ആത്മാവിൽ എത്തണമെങ്കിൽ മനുഷ്യന് 3 ഘടകങ്ങളുണ്ട്. ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആത്മാവിലാണ്, പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാണ്. കണക്റ്റഡ് ആകണം. ആത്മാവായ ദൈവത്തോടെ കണക്റ്റഡ് ആകണമെങ്കിൽ നമ്മൾ ആത്മീകരാകണം. ജഡീക മനുഷ്യർക്ക് ദൈവവുമായി കണക്റ്റഡ് ആകത്തില്ല. പ്രാർത്ഥനകൾ എത്തില്ല. അവിടെ ദൈവം പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അതിന് ചില പ്രോസസ്സുണ്ട്. 1, ശരീരത്തെ വരുതിയിലാക്കണം. 2, അലഞ്ഞു തിരിയുന്ന മനസ്സിനെ പിടിച്ചു നിർത്തണം. ശരീരവും മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലായാൽ അടുത്തപടി ആത്മാവാണ്. കണക്റ്റഡ് ആകും. ഒരു വാക്ക് മതി, ദൈവം കേൾക്കും. തീയിറങ്ങി വരും. അവിടെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അമാലേക്യർ ഇസ്രായേൽ മക്കളെ ആദ്യമായിട്ട് ആക്രമിച്ചവരാണ്. ഇസ്രായേൽ മക്കൾക്ക് ആദ്യമായിട്ടുണ്ടായ ആക്രമണം അമാലേക്യരിൽ നിന്നാണ്. അമാലേക്യർ പിശാചുക്കളുടെ പ്രതീകമാണ്, നമുക്കറിയാം. ഒരു മനുഷ്യന്റെ ആക്രമണം യഥാർത്ഥത്തിൽ അത് പ്രവർത്തിക്കുന്നത് ജഡത്തിലൂടെയാണ്. നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. ഈ അമാലേക്യർ എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ആക്രമിച്ചത്? ഈ വിവരണങ്ങളൊക്കെ കിടക്കുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണ്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലാണ്. 9 മുതൽ 16 വരെയുള്ള ഭാഗത്താണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പാറ വളർന്ന് വെള്ളം കെട്ടിയതൊക്കെയാണ്. രഫീദീമിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ. ഞാൻ ഇതിൻ്റെ ആക്രമണങ്ങളിലേക്കും അതിനെ മോശ പ്രതിരോധിച്ച രീതിയെക്കുറിച്ചും അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളുക. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം. എന്നാൽ ഇത് വർഷങ്ങൾക്ക് ശേഷം അടുത്ത തലമുറയോട് മോശ പറഞ്ഞു കൊടുക്കുന്നതാണ്. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്. അടുത്ത ജനറേഷനോട് ഇത് പറഞ്ഞു കൊടുക്കുക. മോശ, നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, ഈ അമാലേക്യരെ മറക്കരുത്. അമാലേക്യർ ചെയ്തത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ അടുത്ത തലമുറയോട് ഇത് പറഞ്ഞു കൊടുക്കണം. അവരെങ്ങനാണ് നമ്മളെ ആക്രമിച്ചത്. അത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുക്കേണ്ട. ഇതൊന്ന് കേട്ടാൽ മതി. ഇസ്രായേൽ മക്കളെ അമാലേക്യർ ആക്രമിച്ചതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അവിടെ മോശ പറഞ്ഞു കൊടുക്കുന്നത്, മിസ്രൈമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോന്നപ്പോൾ അമാലേക്യർ ദൈവത്തെ ഭയപ്പെടാതെ പിന്നിലൂടെ വന്ന് നിങ്ങളുടെ പിന്നണിയിലുള്ള ബലഹീനരെ മുഴുവൻ സംഹരിച്ചു. എങ്ങനെ വന്നു? പിറകിലൂടെ വന്നു. ആരെ സംഹരിച്ചു? പിന്നണിയിലുള്ള ബലഹീനർ. കൂട്ടം വിട്ട് നടന്ന കുറച്ച് മനുഷ്യരുണ്ട്. പള്ളിയിൽ കയറാതെ അവിടെ എവിടെയും കറങ്ങി, തൊട്ടു തൊട്ടില്ല, വന്നു വന്നില്ല, അങ്ങനെ നടക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇപ്പോൾ അവരെക്കുറിച്ച് ഈ അഗ്നോസിസം എന്നാണ് പറയുന്നത്. അഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ, ഉണ്ടായാലും ഒന്നുമില്ല, ഇല്ലേലും ഒന്നുമില്ല, അങ്ങനെയൊക്കെ ജീവിക്കുന്ന മനുഷ്യർ. പള്ളിയിൽ വരും, എന്നാൽ വരത്തില്ല, ഒന്നിലും പങ്കെടുക്കില്ല, എന്നാൽ എല്ലാത്തിലും ഉണ്ട്. കൂട്ടം വിട്ട് നടക്കുന്നവർ, കറങ്ങി നടക്കുന്നവർ, അകലം കാത്തു സൂക്ഷിക്കുന്നവർ, അകലം വിട്ട് നടക്കുന്നവർ, അവരുടെ കൂട്ടത്തിലെ ബലഹീനരെ. എങ്ങനെ ഇസ്രായേൽ മക്കൾ ബലഹീനരായത്? ബലഹീനരെയാണ് സംഹരിച്ചത്. ഇവരെങ്ങനെയാണ് ബലഹീനരായത്? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ ഇവർ ബലഹീനരാണോ? അല്ല. അല്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. 105-ാം സങ്കീർത്തനം 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അവരെ പൊന്നിനോടും വെള്ളിയോടും കൂടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനില്ലായിരുന്നു. മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ, ചെങ്കടൽ ചാടിക്കടന്നപ്പോൾ, പിന്നീട് സീൻ മരുഭൂമി വന്നപ്പോൾ, രഫീദീമിൽ വന്നപ്പോൾ ബലഹീനരില്ല. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ബലഹീനർ വന്നത്? ഇപ്പോൾ ഈ ബലഹീനരുണ്ടായത് എവിടുന്നാണ്? ഇതുവരെ ഇല്ലാത്ത ബലഹീനർ എവിടുന്ന് വന്നു? അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു, അമാലേക്യർ ബലഹീനരെല്ലാം പിടിച്ചോണ്ട് പോയി, സംഹരിച്ചു. എന്താ കാര്യം? ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? എന്താ ഇവർ ക്ഷീണിച്ചു പോയെ? എന്താ മടുത്തു പോയെ? എന്താ ബലഹീനരായി പോയെ? അതിനൊരു കാരണമുണ്ട്. ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഇഷ്ടം പോലെ ഭക്ഷണം. സീൻ മരുഭൂമിയിൽ വന്ന് നിലവിളിച്ചപ്പോൾ ആകാശം തുറന്ന് ഇഷ്ടം പോലെ, രാവിലെ അങ്ങോട്ട് കൂടാരവാതിക്കലിന്റെ മറനേക്ക് പുറത്തു വന്നാൽ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന ഇഷ്ടം പോലെ. ഒരു പണി ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട,
അതൊക്കെ ഇങ്ങോട്ട് വാരിക്കൂട്ടുക, ഒരു കല്ലിലിട്ട് ഇടിക്കുക, പൊടിക്കുക, അപ്പമോ ദോശയോ ഇടിയപ്പോ പുട്ടോ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് ആ മനുഷ്യർ പറഞ്ഞൊരു കാര്യം പുറപ്പാട് ദിവസം 16:31 പറയുന്നു, അത് തേൻ ചേർത്ത ദോശ പോലെ രുചി. ഇത്രയും നല്ലൊരു ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല. വാട്ട് എ ഡെലീഷ്യസ് ഫുഡ്. ഇതുപോലെ രുചിയുള്ള തേൻ ചേർത്ത ദോശയുടെ രുചി. ഇത് കുറച്ചു നാൾ കഴിച്ചു. സംഖ്യാപുസ്തകം 11:8 അപ്പോൾ ഈ മനുഷ്യർ പറഞ്ഞത്, അവർ പറഞ്ഞു, ഈ മന്ന കൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, ദോശയോ അപ്പോ ഉണ്ടാക്കും, അതിന് എണ്ണ ചേർത്ത ദോശയുടെ രുചി. ആദ്യം പറഞ്ഞ എന്താ? തേൻ ചേർത്ത ദോശ. ഇപ്പൊ പറഞ്ഞ എന്താ? എണ്ണ ചേർത്ത ദോശ. ഏതിനാ രുചി കൂടുതൽ? തേനിനാണോ എണ്ണയ്ക്കാണോ? എണ്ണയ്ക്കാണോ? തേനിന് ആദ്യം നല്ല രുചി. കാര്യം എന്താ? കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ നല്ല രുചിയാണ്, വിശപ്പില്ലെങ്കിൽ രുചി പോരാ. ചില വീട്ടിലൊക്കെ ആവശ്യം പോലെ ഭക്ഷണമാണ്. രാവിലെയൊക്കെ ഒരമ്മയാണെങ്കിൽ 2 കയ്യേ ഉള്ളതിൽ 4 ചട്ടവും 3 തവിയായിട്ട് നിൽക്കുക. ഒരാൾക്ക് ഇഡ്ഡലി വേണം, ഒരാൾക്ക് ദോശ വേണം, ഒരാൾക്ക് ചപ്പാത്തി വേണം. പിള്ളേർ വഴക്കാണ്. മിക്ക വീടുകളിലും 3-4 ഐറ്റംസ് ഉണ്ട് രാവിലെ. പിള്ളേർ വഴക്കാണ്. ഒരാൾക്ക് ചപ്പാത്തി മതി, ഒരാൾക്ക് പൂരി വേണം, ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക്. ഇതിനൊരു വഴിയേ ഉള്ളൂ. എന്താ അറിയോ? ഈ വഴക്കുണ്ടാക്കുന്നതിന് ഒറ്റ വഴിയേ ഉള്ളൂ. 4 ദിവസം ഒന്നും കൊടുക്കരുത്. 4 ദിവസം ഒന്നും കൊടുക്കരുത്. ആ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, മക്കളെ, കളിമണ്ണ് കുഴച്ചു തിന്നുന്ന മനുഷ്യരുള്ള ഒരു ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എച്ചിൽ കൂനകൾ പരുതി വിശപ്പടക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരു ഭൂമിയിലാണ്. ഒരു മുറി ദോശയ്ക്ക് പോലും പോക്കില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത് പറഞ്ഞു കൊടുക്കണം. ഭക്ഷണത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയാൽ ആവശ്യം പോലെ കിട്ടുമ്പോൾ രുചിയില്ല. ഇഷ്ടം പോലെ. എന്താ നമ്മുടെ രുചിയൊക്കെ കുറഞ്ഞു പോയത്? ഇഷ്ടം പോലെ. യൂട്യൂബ് തുറന്നാൽ ആവശ്യം പോലെ പ്രസംഗം. കുർബാന വരെ വീട്ടിൽ ഇരുന്ന് ലൈവായിട്ട് കേൾക്കാം. എന്തിനാ ക്ഷാമം? എന്തിനാ ബുദ്ധിമുട്ട്? അതുകൊണ്ട് വിലയില്ലാതായി. ചൂട്ടം കെട്ടിച്ചേർത്ത് പോയൊരു കാലമുണ്ട്. ഈ മണൽപ്പുറത്ത് നിരന്ന് ആയിരക്കണക്കിന് മനുഷ്യരുന്നൊരു കാലമുണ്ട്. രുചി കുറഞ്ഞു, സൗകര്യങ്ങൾ വർദ്ധിച്ചു, ഇഷ്ടം പോലെ കിട്ടാൻ തുടങ്ങി. ആഗ്രഹിക്കുന്ന എല്ലാം കൈപ്പിടിയിലായി. നൊടിയിടയ്ക്കുള്ളിൽ എല്ലാം നടക്കും. ഇൻസ്റ്റന്റായി. വീട്ടിലിരുന്നാലെല്ലാം വീട്ടിൽ വരും. ഒന്നിനും ആരെയും എങ്ങും പോകണ്ട. ഭക്ഷണത്തിന് പോകണ്ട, ആരാധനയ്ക്ക് പോകണ്ട, പഠിക്കാൻ പോകണ്ട, ജോലി വരെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന ഒരു കാലം വന്നു. ഒരു കാലത്തെ തേൻ പോലെ രുചിച്ചതൊക്കെ ഇന്ന് രുചി കുറഞ്ഞു. അതും പോട്ട് കുറെ കാലം കൂടി ഇവർ കഴിച്ചു, നിവർത്തിയില്ലല്ലോ. സംഖ്യാപുസ്തകം 21:5 അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം കേൾക്കണം. ഇവിടെ അപ്പമില്ല, വെള്ളമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾ മടുത്തു. We hate this miserable food. സാരമില്ലാത്ത ആഹാരം. എന്തിനെ കുറിച്ചായി പറയുന്നത്? ഈ സാരമില്ലാത്ത ആഹാരം. യോഹന്നാന്റെ സുവിശേഷം 6 കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള മന്ന ഞാനാണ്. മോശ അല്ല ഈ മന്ന ഇറക്കിയത്, ദൈവമാണ്. ആ മന്ന ഞാനാണ്. തന്റെ അന്ത്യത്താഴ് സമയത്ത് കർത്താവ് എടുത്ത്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ ആ ശരീരമാണത്. ആ ശരീരത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചുമാണ് ഈ മനുഷ്യർ പറഞ്ഞത്, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾ മടുത്തു. We hate this. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഇതൊക്കെ മടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പള്ളി പെരുന്നാളിന് പോയി. പ്രസംഗം കേൾക്കാനെല്ലാം കൂടെ ഒരു 200 പേര്. പെരുന്നാളിന് റാസയ്ക്ക് 5000 പേര്. ഇഷ്ടംപോലെ ബാൻഡ് സെറ്റ്, ശിങ്കാരി മേളം, എന്തെല്ലാം ഉണ്ട്. അതെല്ലാം നാട്ടുകാർ മുഴുവൻ അവിടെ ഉണ്ട്. ആളുകൾ പറയും ജനങ്ങളെല്ലാം കൂടട്ടെ. സോ വാട്ട്? പോട്ടെ, ഒരു സാമൂഹ്യ ആചാര്യ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമായിരിക്കാം. പക്ഷെ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരു പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനം എന്തെന്ന് നമ്മൾ മറക്കാൻ പാടുണ്ടോ? വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ലൈവ് ഷോ, സൗണ്ട് ഷോ, നമ്മുടെ കണ്ണടപ്പിക്കുന്ന, കാതടപ്പിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ വന്നാൽ ആളുകൾ കൂടും. ബാക്കിയെല്ലാത്തിനെയും നമ്മൾ മടുത്തു, നമ്മൾ മറന്നു, എല്ലാത്തിനെയും നമ്മൾ വെറുക്കുകയാണ്. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾ മടുത്തു. എന്തിനെ കുറിച്ചായി പറയുന്നത്? ആരേ മിന്നലോടുത്തോ നോക്കുകിൽ എരിയുന്നുടനെ അവനെ മൺമയ
ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റും. ആരാ ഈ മിന്നലെടുത്തവർ? മിന്നലെടുത്താരാ? മാലാഖമാരാ. മിന്നൽ വസ്ത്രമായി ധരിക്കുന്നവർ. ദൈവത്തെ നോക്കിയാൽ മാലാഖമാർ എരിഞ്ഞു പോകും. അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞാൽ നീ കാണുന്നു. മാലാഖമാർ വിറയലോടെ നിൽക്കൂ. നമ്മളോ കാലം നീട്ടിയിട്ട് ഫോൺ ചെയ്യുക പള്ളിക്കകത്ത്. കുർബാന പടിഞ്ഞാട്ടെടുക്കുമ്പോൾ അവിടെ ഇരിക്കുക, ചാരി നിൽക്കുക, ചില വരാന്ത നിൽക്കുക, ചില ഓഫീസിൽ നിൽക്കുക, ചില കഞ്ഞി വെക്കുന്നിടത്ത് നിൽക്കുക. ആരാണ് ഈ ഇറങ്ങി വരുന്നത്? ജോൺ മരിയ വാനി എന്ന കത്തോലിക്ക സഭയിലെ അതീപരിശുദ്ധനായ ഇടവ വൈദികരുടെ മധ്യസ്ഥനായ ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു പാവപ്പെട്ട പട്ടക്കാരൻ. അദ്ദേഹം കുർബാനയെക്കുറിച്ച് പറഞ്ഞൊരു വാചകം നിങ്ങൾ മറക്കരുത്. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ കുർബാന എന്താണെന്നറിഞ്ഞാൽ, വിശുദ്ധ കുർബാന എന്താണെന്നറിഞ്ഞാൽ അർപ്പിക്കുന്നവരും സ്വീകരിക്കുന്നവരും ബോധം കെട്ട് വീഴും. ഇതെന്താണെന്നറിഞ്ഞാൽ അർപ്പിക്കുന്നവരും സ്വീകരിക്കുന്നവരും ബോധം കെട്ട് വീഴും. ഭാഗ്യത്തിന് രണ്ടു കൂട്ടർക്ക് അതില്ല. വിശുദ്ധ കുർബാന പട്ടക്കാരാണ് ആദ്യം അനുഭവിക്കുന്നത്. ദർഗായ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ദർഗായിൽ കയറി നിന്ന് കസാബിലാസകളെ മൂടി നീക്കി കസായിൽ നിന്ന് ശരീരത്തിന്റെ ഒരു കഷണം ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലും. അതിർത്തികളെ ഭരിക്കുന്നവനെ നിന്നെ ഞാൻ വഹിക്കുന്നു, ആഴങ്ങളെ ഭരിക്കുന്നവനെ നിന്നെ ഞാൻ എടുക്കുന്നു, ദൈവമേ നിന്നെ എൻ്റെ വായിൽ ഞാൻ വയ്ക്കുന്നു. ആരെയാ വെക്കുന്നത്? ഈ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമേ, നിന്റെ കാരുണ്യാതിരേകത്താൽ ഈ കസാബിലാസകളിലേക്ക് നീ പരിമിതപ്പെട്ടിറങ്ങി വന്ന ആ മഹാകാരുണ്യം ഞങ്ങളുടെ യോഗ്യതകളും ബലഹീനതകളും ഓർത്തുകൊണ്ട് നിന്നെ എൻ്റെ വായിൽ വയ്ക്കുകയാണ്. മറ്റൊന്നും ഓർത്തില്ലേലും 1 കോരിന്തർ 11-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ, 1 കോരിന്തർ 11-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ അതൊന്ന് വായിക്കണം. നമ്മൾ ഒരു വാക്യങ്ങളൊന്ന് വായിച്ചിരിക്കട്ടെ. 1 കോരിന്തർ 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് വായിക്കുന്ന നല്ലതാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അടുത്ത വാചകം ഒന്ന് ശ്രദ്ധിച്ചോണേ, 30-ാമത്തെ വാക്യം. ഇതു നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമായി മാറുന്നു. എങ്ങനെ ബലഹീനരായത്? അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. പക്ഷെ രഫീദീമിൽ വന്നപ്പോൾ അമാലേക്കർ തൂക്കിയെടുത്തോണ്ട് പോയി. ഒറ്റ കാരണേ ഉള്ളൂ, അപ്പത്തെ യോഗ്യമായി കണ്ടില്ല, അപ്പത്തെ യോഗ്യമായി സ്വീകരിച്ചില്ല, കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ യോഗ്യമായി അനുഭവിച്ചില്ല. നന്ദിയോടെ അവർ പിറുപിറുത്തു, പരാതി പറഞ്ഞു. വിശുദ്ധ കുർബാന സ്തോത്രാർപ്പണമാണ്, ബലിയാണ്, സ്തോത്ര ബലിയാണ്. നന്ദിയോടെ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം ചെയ്ത, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വൻകാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രത്തോടെ വിശുദ്ധിയോടെ അതിനെ സ്വീകരിക്കണം. ഇത് നിമിത്തം പലരും ബലഹീനരായി മാറും. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിരിക്കല്ല, പേടിച്ചിട്ട് പോവുകയല്ല. പരിശുദ്ധൻ ദൈവം മാത്രമാണ്, ദൈവം മാത്രമാണ് പരിശുദ്ധൻ. കുറവുകളുണ്ട്, വിവേചിക്കണം, അനുദപിക്കണം, ഏറ്റുപറയണം, തെറ്റുകളെ തിരുത്തണം. ഓരോ ദിവസവും പിതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, ദിവസവും എല്ലാ ദിവസവും വൈകിട്ട് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ശരീരതെറ്റുകളെ പരിശോധിക്കണം. ആഴ്ചയിൽ കുർബാന അനുഭവിക്കാൻ വരുമ്പോൾ പട്ടക്കാരോട് പറയണം, ഓൺ വീക്ക്ലി ബേസിസ്, ആഴ്ച തോറും
അതിന് ദീർഘമായ സമയമൊന്നും വേണ്ട. ഹൂസയെ പ്രാപിക്കാൻ വരുമ്പോൾ പട്ടക്കാരോട് പറയാം, അച്ഛാ ഇന്ന ഇന്ന കുറ്റങ്ങളുണ്ട്, അത് പറയാം. തന്നെത്താൻ വിവേചിച്ചിട്ട് അതിനെ അനുഭവിച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യകാലങ്ങളിലിരുന്ന ഒരു പള്ളിയിൽ അപസ്മാരം വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. നെടുമ്പാടങ്ങ് വീഴും, ആരാധന മധ്യമൊക്കെ അവർ നിലത്ത് വീഴും. ഒരു ദിവസം അവരെന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, ഒത്തിരി രൂപ ചിലവായി, ഞാൻ അതൊക്കെ അങ്ങ് നിർത്താൻ പോവാ, ഇനി ഒരു മരുന്നും കഴിക്കുന്നില്ല, പിന്നെ എന്തു ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് എന്നും അങ്ങ് കുർബാന സ്വീകരിക്കാൻ പോവാ, കുർബാന കൊള്ളാൻ പോവാ. അന്ന് മുതൽ ആ സ്ത്രീ ആ പള്ളിയിൽ എല്ലാ ദിവസവും അവിടെ ഒരു ഓർമ്മ കുർബാന ഉണ്ടെങ്കിൽ അവരെ വിളിച്ചില്ല, അവർ വന്ന് കുർബാന കൊള്ളും. എല്ലാ ദിവസവും കുർബാന കൊണ്ട് ജീവിക്കുകയാണ്. ആ സ്ത്രീക്ക് ഇപ്പോൾ 75ഓളം വയസ്സ് പ്രായമുണ്ട്. അവർ ഇന്നും ജീവിക്കുന്നു. പിന്നീട് ഒരു തവണ പോലും അവർക്ക് അപസ്മാരം വന്നിട്ടില്ല. നീ വിശ്വാസത്തോടെ യോഗ്യതയോട് ഇതിനെ സമീപിച്ചാൽ നിന്റെ ബലഹീനതകൾ മാറും, നിന്റെ രോഗങ്ങൾ മാറും, നിന്റെ വീട്ടിലെ ശാപങ്ങൾ മാറും, കുഞ്ഞുങ്ങളുടെ ഗതികേട് മാറും, അവിടെ ജീവിതത്തിലെ ദുർസ്വഭാവങ്ങൾ മാറും, അവിടെ ജീവിതം മെച്ചപ്പെടാൻ തുടങ്ങും. ജീവിതത്തിൽ ചില പുതിയ വഴികളെ ദൈവം തുറക്കും. സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ബലവും നിനക്ക് തരും. ആത്മീയമായ കരുത്ത് നിനക്ക് തരും. പിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും ബലവും നിനക്ക് കിട്ടും. അമാലേക്കന്റെ ഓർമ്മയെ മായ്ച്ചു കളയണം, മറക്കരുത്. അമാലേക്കൻ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉപവാസം കൊണ്ടും നോമ്പ് കൊണ്ടും ശരീരത്തെ വരുതിയിലാക്കണം. ദൈവവചനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സിനെ നവീകരിക്കണം. വിശുദ്ധ കുർബാനയിൽ യോഗ്യമായി സംബന്ധിച്ച് അവനെ ആരാധിച്ച് ആത്മാവിലെത്തണം, ആത്മാവിൽ ആരാധിക്കണം. യാക്കോബ് 4:7 നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു വരുവീൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. യാക്കോബ് 4:7. പിശാചിനോട് എതിർത്ത് നിൽക്കണം, പാപത്തെ വെറുക്കണം. എന്തുകൊണ്ടാണ് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത? നമ്മൾ വെറുക്കുന്നില്ല. പാപത്തെ വെറുക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കണം. പാപത്തെ വെറുക്കണം, ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പാപത്തെ വെറുക്കാൻ പറ്റും, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റും. പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു വരുവീൻ, അവൻ നിങ്ങളോടും അടുത്തു വരും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. നീ അമാലേക്കൻ്റെ ഓർമ്മയെ ആകാശത്തും കീഴിൽ മായ്ച്ചു കളയണം. ഇത് നീ മറക്കരുത്. അമാലേക്ക് ജഡസ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. പിശാചിനെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ജഡത്തെ തോൽപ്പിക്കണം. ഉപവാസം കൊണ്ടും നോമ്പ് കൊണ്ടും ശരീരത്തെ നവീകരിക്കണം. പ്രാർത്ഥന കൊണ്ടും ദൈവവചനം കൊണ്ടും മനസ്സിനെ നവീകരിക്കണം. അങ്ങനെ ആത്മാവിൽ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ ശരീരരക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ. മരണം വരെയും പിശാചിൻ്റെ ഉപദ്രവം കൂടെ ഉണ്ടാകും. മരണം വരെയും കർത്താവ് ഇത് തുടർന്ന് അവസാന ശ്വാസം വരെയും നിന്നിൽ വിശ്വാസം അർപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ. കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. എല്ലാവർക്കും സൗഖ്യവും സമാധാനവും നൽകണേ. ഈ രാത്രിയിൽ നിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കണമേ. എല്ലാ നന്മകളാ നിറയ്ക്കണം. എല്ലാവർക്കും വിടുതലും ആശ്വാസവും കർത്താവ് നൽകണം. സമാധാനത്തോടെ രാത്രി പറഞ്ഞയക്കണമേ. തുടർന്നും കൂടെ ഇരിക്കണം, സഹായിക്കണം, കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ നാൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ആരാധനയും കരയറ്റുവാൻ തന്നെ.